ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു കുഞ്ഞു ചുംബനം വലിയൊരു ദൈവവിളിയായി തീർന്ന ഒരു വലിയൊരു കഥ കേൾക്കാനായിട്ട് നിങ്ങൾ റെഡിയാണോ? എന്നാൽ ആ കഥ പറയാനുള്ള ആൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. അപ്പം ഇന്ന് നമ്മളൊപ്പം ചേരുന്നത് ജോസഫ് കണ്ണനായ്ക്കൽ അച്ഛനാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും, പണ്ട് മുതലേ പല പല പത്ര കട്ടിങ്സിലും കാര്യങ്ങളിലെല്ലാം കണ്ടിട്ടുണ്ടാവും അച്ഛൻ്റെ ഫോട്ടോസ്. ഈ ഒരു ഫോട്ടോ ആയിരിക്കില്ല ചെറുപ്പത്തിലത്തെ, അതായത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് ആ ഒരു കുഞ്ഞു ചുംബനം നൽകിക്കൊണ്ടുള്ള ആ ഒരു ഹാരമെല്ലാം അണിയിച്ചുകൊണ്ടുള്ള ആ ഒരു ഫോട്ടോ ആയിരിക്കാം നമ്മളെല്ലാവരും പലപ്പോഴും കണ്ടിട്ടുണ്ടാവുക. അച്ഛാ, അപ്പം ആ ഒരു ചെറിയൊരു ചുംബനം എങ്ങനെയാണ് ഈ ഒരു ദൈവവിളി എന്ന ആ ഒരു അന്തസ്സിലേക്ക് എത്തിച്ചേരാനായിട്ട് സഹായമായത്? എൻ്റെ പേര് ഫാദർ ജോസഫ് കണ്ണനായ്ക്കൽ SDV. ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ പേര് ഡേവിസ്, അമ്മച്ചിയുടെ പേര് സൂസന്ന. എനിക്കൊരു പെങ്ങളുണ്ട്, പെങ്ങൾ സിസ്റ്ററാണ്, സിസ്റ്റർ റോസ്മേരി CHF. ഞാനിപ്പോൾ ദിവ്യാഹ്വാന സഭയിലെ അംഗമാണ്. SDV എന്നൊരു സൊസൈറ്റി ഓഫ് ഡിവൈൻ വൊക്കേഷൻസ്, ദിവ്യാഹ്വാന സഭ എന്ന് പറയും. ദൈവവിളികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് സഭയുടെ കാര്യസ്ഥം. അപ്പോൾ വിശുദ്ധ ജസ്റ്റിൻ റിസോളിലോ ആണ് സഭ സ്ഥാപിച്ചത്. ഞാൻ ചെറുപ്പത്തിൽ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന അവസരത്തിലൊക്കെ തിരുബാല സഖ്യം കുഞ്ഞു കുട്ടികൾക്കുള്ള ഒരു സംഘടനയാണ്. ആ തിരുബാല സഖ്യത്തിലെ ആയിരുന്നു. അങ്ങനെ അതിലെ മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ മത്സരങ്ങളിൽ പങ്കെടുത്ത അതിൽ തിരുബാല സഖ്യത്തിൽ ബൈബിൾ വായന മത്സരത്തിൽ ഫസ്റ്റ് കിട്ടി. അങ്ങനെയാണ് ഈ മാർപ്പാപ്പയെ മാലയിടാനായിട്ടുള്ളൊരു ഭാഗ്യം ലഭിച്ചത്. അപ്പോൾ പല സ്കൂളുകളിൽ നിന്നും മത്സരങ്ങളുണ്ടായിരുന്നു. പല മത്സരങ്ങളുണ്ടായിരുന്നു. ആ മത്സരങ്ങളിൽ നിന്നൊക്കെ ഫസ്റ്റ് കിട്ടിയൊരു വീണ്ടും സെലക്ഷൻ ചെയ്തു. അങ്ങനെ സെലക്ഷൻ ചെയ്തപ്പോൾ എനിക്ക് മാർപ്പാപ്പയ്ക്ക് മാലയിടാനായിട്ടുള്ളൊരു അവസരം ലഭിക്കുകയായിരുന്നു. അങ്ങനെ മാർപ്പാപ്പ തൃശ്ശൂർ വന്നപ്പോൾ ആ ഭൂഗോളത്തിൻ്റെ മാതൃകയുള്ള ഒരു ആ സ്റ്റേഡിയം അല്ലെങ്കിൽ ആ സ്റ്റേജ് അതിലേക്ക് കയറി വന്ന് മാർപ്പാപ്പയെ മാലയിട്ട് സ്വീകരിക്കാനായിട്ടുള്ളൊരു അവസരം ലഭിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അന്ന് വളരെ എക്സൈറ്റഡ് ആണ്. കൊച്ചുകുട്ടിയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് മാർപ്പാപ്പയെ. തൃശ്ശൂർക്ക് തന്നെ വന്നിട്ടുള്ള ആകെ കൂടിയുള്ള ഒരു മാർപ്പാപ്പയാണല്ലോ അല്ലേ? അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാണുക. അപ്പോൾ നമ്മൾ തലേദിവസം ഇതിൻ്റെ റിഹേഴ്സലൊക്കെ നടത്തിയിരുന്നു. മാലയിട്ട്, അതായത് കുണ്ടുകുളം പിതാവിൻ്റെ നേതൃത്വത്തിൽ കുണ്ടുകുളം പിതാവ് മാർപ്പാപ്പ പോലെ ഇരുന്നിട്ട് ഞങ്ങൾ മാലയിട്ട് പഠിച്ചിരുന്നു. അപ്പോൾ മാല ഇടാനായിട്ട്, അപ്പോൾ അതിന് മുമ്പ് മാർപ്പാപ്പയ്ക്ക് മാല ഇടാനായിട്ടുള്ള സമയത്ത് മാർപ്പാപ്പയുടെ മാതൃഭാഷ, മാർപ്പാപ്പ പോളണ്ടുകാരനാണ്. അപ്പോൾ പോളിഷ് ഭാഷയിൽ നേഹ് പഞ്ചെ പഫലോനെ യേസുസ് ക്രിസ്തുസ് എന്ന് പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പയെ മാലയിടുകയുണ്ടായത്. അങ്ങനെ വാട്ട്സ് നെയിം എന്ന് ചോദിച്ചു മാർപ്പാപ്പ. അങ്ങനെ മാർപ്പാപ്പ ജോസഫ് എന്ന് പറഞ്ഞു. അങ്ങനെ മാലയിട്ടു. അങ്ങനെ നമ്മൾ മാർപ്പാപ്പയെ നോക്കി കാണാം. ആ പ്രസൻസ് വളരെ സന്തോഷമുള്ളൊരു പ്രസൻസാണ്. അപ്പം അങ്ങനെ മാലയിടുന്നു, അല്ലെങ്കിൽ അടുത്ത് ചേർത്ത് നിർത്തുന്നു, ചുംബിക്കുന്നു, ആശീർവദിക്കുന്നു, ജപമാല തരുന്നു. അപ്പം അങ്ങനെയൊക്കെ മാർപ്പാപ്പയ്ക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മാർപ്പാപ്പയും ആയിട്ട് അങ്ങനെ കുറേ അധികം സമയം സ്പെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലിപ്പോൾ നമുക്കറിയാം, വിശുദ്ധരായിട്ടുള്ള ആളുകളുടെ സാമീപ്യവും അല്ലെങ്കിൽ ആ ഒരു കൂടെ കാണാനും കേൾക്കാനും അല്ലെങ്കിൽ സ്പർശിക്കാനും അല്ലെങ്കിൽ അവരുടെ പ്രസൻസ് തന്നെ നമുക്ക് ഒരു ദൈവികമായിട്ടൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ അത് പിന്നീട് എൻ്റെ ദൈവവിളികളെ സ്വാധീനിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു സ്പാർക്ക് എന്ന് പറയല്ലേ. അന്ന് മാർപ്പാപ്പ തന്ന ആ ഒരു കൊന്തയും പിന്നെ ഒരു ബ്ലെസ്സിങ് കാർഡ് അല്ലേ, അത് ഇപ്പോഴും അച്ഛൻ്റെ കയ്യിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പോകുന്നുണ്ടല്ലേ? ജപമാല കയ്യിലുണ്ട്. ജപമാല ആണ് മാർപ്പാപ്പ തന്നു ആസ്വദിച്ച് തന്ന ജപമാലയാണ്. മാലയിട്ട അവസരത്തിൽ പെട്ടെന്ന് തന്നെ അത് കഴിഞ്ഞ് തിരിച്ചു പോരാൻ നിൽക്കുന്ന നേരത്ത് മാർപ്പാപ്പ തന്ന ജപമാലയാണ് ആസ്വദിച്ചിട്ട്. ഇത് അപ്പച്ചൻ എനിക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരുന്നു.
ഇത് അല്ല അന്ന് നമുക്കറിയില്ലല്ലോ ഇത്രയും ഒരു വിലപ്പെട്ടതായിട്ട് പിന്നീടും മാർപ്പാപ്പ ഇപ്പോഴും തന്ന ഒരു തീരുമെന്നുള്ള ഒരു ജപമാലയായതുകൊണ്ട് കാര്യം. സൂക്ഷിച്ചു വെച്ചിരുന്നു. നമ്മൾ കുട്ടികളുടെ ആ ഒരു തിരുബാലസഖ്യത്തിന്റെ സംഘടനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അച്ഛൻ മാത്രമായിരുന്നോ അതോ വേറെ ആരെങ്കിലും? നമ്മളെ ഒരു ജിൻസി എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു, ആള് ബൊക്കെ കൊടുക്കാനായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആളും ഇതുപോലെ തന്നെ ബൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾക്ക് ഒക്കൊന്ത് തന്നു അച്ഛൻ പിതാവ്. അതിനുശേഷവും നമ്മൾ പേപ്പർ കട്ടിങ്സിലൊക്കെ വായിക്കാനായിട്ട് ഇടയായി അച്ഛൻ ആ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് എല്ലാ വർഷവും ക്രിസ്തുമസിന്റെ സമയത്ത് പിതാവിന് ലെറ്റേഴ്സൊക്കെ എഴുതി ആ ഒരു ക്രിസ്തുമസ് ആശംസകളൊക്കെ നൽകിയിരുന്നു എന്ന് മാത്രമല്ല പിതാവ് തിരിച്ചൊരു വിഷയം ആ ഒരു ലെറ്റർ കിട്ടിയെന്നുള്ള ഒരു ഉറപ്പിൽ ന്യൂ ഇയർ ഗ്രീറ്റിംഗ് ആയിട്ട് തിരിച്ച് അച്ഛനും ലെറ്റേഴ്സൊക്കെ എഴുതിയിരുന്നു എന്നുള്ള ഒരു കാര്യം. അതായത് ഞങ്ങൾ മാലയിട്ടതിന് ശേഷം ഞങ്ങൾ എല്ലാ ക്രിസ്മസിനും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ മാർപ്പാപ്പയ്ക്ക് ക്രിസ്മസ് കാർഡ് അയക്കാറുണ്ട്. അത് തുടക്കത്തിൽ ഞങ്ങൾ ഇറ്റാലിയൻ ഭാഷയിലാണ് അയച്ചിരുന്നത്, പിന്നെ ഇംഗ്ലീഷിലാക്കി മാറും. പിന്നെ അത് മാർപ്പാപ്പ മരിക്കുന്നത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും മറ്റു മാർപ്പാപ്പമാർക്കും അയക്കാറുണ്ട്. അപ്പോൾ മറുപടി വരുന്നത് കുറച്ച് നേരം വൈകിട്ടായിരിക്കുമെങ്കിലും അത് അപ്പോസ്തലിക് നൂൻഷ്യ വഴിയായിട്ട് അതിനുള്ള മറുപടി ലഭിക്കാറുണ്ട്. അപ്പോൾ 4 മാർപ്പാപ്പമാർക്ക് ക്രിസ്മസ് കാർഡ് അയച്ചിട്ടുണ്ട്. 3 മാർപ്പാപ്പമാരുടെ ലെറ്ററുകൾ വരാറുണ്ട്. ഇങ്ങനൊരു ചെറിയൊരു കാർഡും അതുപോലെ തന്നെ ഒരു ലെറ്ററും അങ്ങനെ വരും. അപ്പം അന്നത്തെ ആ ഒരു സമയത്ത് തിരുബാലസഖ്യത്തിൻ്റെ ആ ഒരു സംഘടനയിലൊക്കെ ആയിരുന്ന സമയത്ത് അച്ഛൻ ഈ ഒരു സെലക്ഷന് വേണ്ടിയിട്ട്, അതായത് നമ്മളിപ്പം ഇന്ന കുട്ടി മാല ഇട്ടാൽ മതി അല്ലെങ്കിൽ ഇന്ന കുട്ടി ബൊക്കെ കൊടുത്താൽ മതി എന്നുള്ള ആ ഒരു സെലക്ഷൻ എങ്ങനെയായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്? സെലക്ഷൻ നമ്മുടെ മത്സരങ്ങൾ പല വിധത്തിലുള്ള മത്സരങ്ങൾ, അതായത് ഓട്ടം, ചാട്ടം, സ്പൂൺ റേസിങ്, അല്ലെങ്കിൽ പെൻസിൽ ഡ്രോയിങ്, ബൈബിൾ റീഡിങ്, അങ്ങനെ പല കോമ്പറ്റീഷൻസും ഉണ്ട്. അതിൽ ഫസ്റ്റ് കിട്ടിയ അല്ലെങ്കിൽ സെക്കൻഡ് കിട്ടിയ ആളുകളെ വെച്ചിട്ട് വീണ്ടും ഒരു സെലക്ഷൻ നടത്താണ്. അതായത് ഈ ഒരു മാർപ്പാപ്പ തൃശ്ശൂർ എന്നതിൻ്റെ ഭാഗമായിട്ട് മാലയിടാനായിട്ടൊരു അവസരം. ഫെബ്രുവരി മാസത്തിലെ 7-ാം തീയതിയാണ് മാർപ്പാപ്പ കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ തൃശ്ശൂർക്ക് ആദ്യമായിട്ട് കടന്നു വരും. അപ്പോൾ മാർപ്പാപ്പ തൃശ്ശൂർ വരുമ്പോൾ മാർപ്പാപ്പയെ മാലയിട്ട് അല്ലെങ്കിൽ ബൊക്കെ കൊടുത്ത് സ്വീകരിക്കുക, അത് തിരുബാലസഖ്യ ദിനങ്ങളാണ് അത് വന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുബാലസഖ്യത്തിൻ്റെ പ്രതിനിധികൾ മാർപ്പാപ്പയെ മാലയിടാനും ബൊക്കെ കൊടുത്ത് സ്വീകരിക്കാനായിട്ട് അതിരൂപത തീരുമാനിക്കുക. അപ്പോൾ ഈ തിരുബാലസഖ്യം എന്ന് പറയുന്നത് തന്നെ ഒരു പൊന്തിഫിക്കൽ ഒരു അസോസിയേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർപ്പാപ്പയാണ് അതിൻ്റെ പ്രസിഡന്റ്. അപ്പോൾ മാർപ്പാപ്പ തൃശ്ശൂർ വന്നപ്പോൾ കുട്ടികളുടെ പ്രതിനിധി, അതായത് തിരുബാലസഖ്യങ്ങളുടെ പ്രതിനിധികൾ മാർപ്പാപ്പയെ സ്വീകരിക്കട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിനുള്ള അപ്പോൾ ഈ സെലക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ കുറച്ച് നാൾ മുമ്പ്, ഒരു 1-2 മാസം മുമ്പ് ഈ ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയ കുട്ടികളെ വെച്ചിട്ട് DBC വെച്ചിട്ട് സെലക്ഷൻ നടത്തി. അപ്പോൾ ഈ ആൻഡ്രൂസ് താഴത്ത് പിതാവ്, അന്ന് പിതാവല്ല, അദ്ദേഹം ഒക്കെ ഉണ്ടായിരുന്നു ഈ സെലക്ഷൻ നടത്താനൊക്കെ ആയിട്ട്. അന്ന് അദ്ദേഹം ബിഷപ്പ് ഹൗസിലുണ്ടായിരുന്നു. അതുപോലെ മറ്റ് അച്ഛന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ പല വിധത്തിലുള്ള സെലക്ഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ 2 പേരെ അവർ സെലക്ട് ചെയ്തു. അങ്ങനെയാണ്. കൂടുതൽ എന്തെങ്കിലും മത്സരങ്ങളുടെ പുറത്തോ അല്ലെങ്കിൽ നമ്മൾ തിരുബാലസഖ്യത്തിൻ്റെ സംഘടനയിൽ കൂടുതൽ ആക്റ്റീവായി നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ സംഘടനയുടെ ഭാരവാഹിത്വത്തിൽ അങ്ങനെയൊക്കെ അച്ഛൻ ഇരുന്നിട്ടുണ്ടോ? അതായത് ഞങ്ങൾ അങ്ങനെയല്ല, അതായത് തിരുബാലസഖ്യത്തിൽ നമ്മൾ കൂടുതലായിട്ടും എല്ലാ മാസവും പള്ളിയിൽ പ്രാർത്ഥന ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് നമ്മൾ പോയിട്ട് ഉച്ചയ്ക്കാണ് അത് പ്രാർത്ഥനയോടെ ഒരു പ്രാർത്ഥന നവേന അല്ലെങ്കിൽ അതിൻ്റെ ആശ്രമതൊക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ മാർപ്പാപ്പ വരുന്ന അവസരത്തിലായാലും ഇതുപോലെ തന്നെ ഒരു മാർപ്പാപ്പയുടെ വരുന്നതിൻ്റെ വിജയത്തിന് വേണ്ടി ഒരു പ്രാർത്ഥന കഴിച്ചിറക്കിയിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിക്കാറുണ്ട് എല്ലാവരും കൂടി. അപ്പോൾ തിരുബാലസഖ്യത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പല മത്സരങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ നമ്മളും ഈ മത്സരങ്ങളിൽ പങ്കെടുക്കാനായിട്ട് പോയിരുന്നു. കുട്ടികളായിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ സിസ്റ്റർ എംബർട്ട്, അങ്ങനെ 1-2 സിസ്റ്റേഴ്സൊക്കെ ഈ കാര്യത്തിൽ വളരെ ഞങ്ങളെയൊക്കെ കുട്ടികളെ കൊണ്ടുപോയി അങ്ങനെ ഞങ്ങൾ അതിൽ പങ്കെടുത്തു. അപ്പോൾ ബൈബിൾ വായന മത്സരം എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾ വീട്ടിൽ നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സിസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ സിസ്റ്ററും, പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഇടവകയിൽ അന്ന് നൽകുന്നതായിരുന്നു. അപ്പോൾ അവിടെ ശ്രീ ജോസഫ് ഓടി എന്ന് പറഞ്ഞിട്ടൊരു ബ്രദറുണ്ടായിരുന്നു. ആളും ഞങ്ങൾക്ക് ഈ ബൈബിൾ വായിക്കാനൊക്കെ ആയിട്ട് പരിശീലനം തന്നു. വീട്ടിലുള്ളവരും അപ്പനമ്മയും
പരിശീലിപ്പിച്ചിരുന്നു. അതായത് അച്ഛൻ നേരത്തെ പറഞ്ഞിരുന്നു ഫെബ്രുവരി 7-ാം തീയതി ആയിരുന്നു നമ്മൾ അന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൃശ്ശൂർ സന്ദർശിക്കാനായിട്ട് എത്തിച്ചേർന്നത്. അപ്പം ഈ ഒരു ഫെബ്രുവരി 7 അത് എത്ര നാളായി, ആ ഒരു എത്ര വർഷമായിട്ടാണ് നമ്മൾ ഇപ്പോഴും മനസ്സിൽ അങ്ങനെ മായാതെ ഇരിക്കുകയാണല്ലേ? നമ്മുടെ ഫെബ്രുവരി 7-ാം തീയതി 1986 മാർപ്പാപ്പ വന്നത്. ഫെബ്രുവരി 7-ാം തീയതി മാർപ്പാപ്പ തൃശ്ശൂർ വന്നിട്ട് 2026 മാർപ്പാപ്പ തൃശ്ശൂർ വന്നിട്ട് 40 വർഷങ്ങൾ പൂർത്തിയാകും. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ വന്നത് 7-ാം തീയതിയാണ്. മറ്റു പല സന്ദർശനങ്ങളും പിതാവ് നടത്തി. ഈ ദിവസങ്ങൾ തന്നെ 8-ാം തീയതി 9-ാം തീയതി ആയിട്ട് പല സന്ദർശനങ്ങളും നടത്തിയിരുന്നു. അപ്പോൾ തൃശ്ശൂർ മാർപ്പാപ്പ വന്നതിൻ്റെ 40-ാം വാർഷികമാണ്. മാർപ്പാപ്പ നമ്മൾ ഒരു വിശുദ്ധനായിട്ടുള്ള മാർപ്പാപ്പയായിരുന്നല്ലോ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ കേരളത്തിൽ വന്ന, ഇന്ത്യയിൽ വന്ന ഒരു മാർപ്പാപ്പയാണ്. അപ്പോൾ മാർപ്പാപ്പ അതായത് ഇത് ഒരു നല്ലൊരു വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മൾ പഴയ ഓർമ്മകളൊക്കെ നമുക്ക് സന്തോഷമുള്ള ഓർമ്മകളാണ്. മാർപ്പാപ്പ മരിച്ച ശേഷവും അച്ഛന് പ്രത്യേക കാര്യങ്ങൾ കാര്യസാധ്യത്തിന് വേണ്ടി ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ ആ കാര്യം അങ്ങനെ സാധിച്ചതായിട്ട് അച്ഛൻ പലപ്പോഴും പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. മനസ്സ് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്, പലപ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, മനസ്സ് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ ദൈവവിളിയെ സംബന്ധിച്ചാലും ഇപ്പോൾ സെമിനാറിലായിരിക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ ഞങ്ങളുടെ സഭാസ്ഥാപകനും ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുന്ന വൈദികനാണ് വിശുദ്ധ ജസ്റ്റിൻ റുസോളിലോ. അപ്പോൾ അങ്ങനെ മനസ്സ് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. സഭാസ്ഥാപകനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ജസ്റ്റിൻ റുസോളി അദ്ദേഹം ഒരു ദൈവവിളി പോലും നഷ്ടപ്പെടാതെ, അതായത് സാമൂഹിക ജീവിതത്തിലേക്കും സന്യാസ ജീവിതത്തിലേക്കും ദാരിദ്ര്യം ഒരു തടസ്സമാകരുത് എന്നുള്ള ചിന്തയോടുകൂടി, ഒരു ദൈവവിളി പോലും നഷ്ടപ്പെടുത്തരുത് എന്നുള്ള ചിന്തയോടുകൂടി സ്ഥാപിച്ച കോൺഗ്രിഗേഷനാണ് SDV, സൊസൈറ്റി ഓഫ് ഡിവൈൻ വൊക്കേഷൻസ്, ദിവ്യാഹ്വാന സഭ എന്ന് പറയും. ദൈവവിളികളെ പ്രോത്സാഹിപ്പിക്കുന്ന അച്ഛന്മാരും സിസ്റ്റേഴ്സ്, വൊക്കേഷൻസ് ഫാദേഴ്സ്, വൊക്കേഷൻ സിസ്റ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ മാർപ്പാപ്പ ഇവിടെ മത്സ്യം വഹിക്കാറുണ്ട്, പിന്നെ ജസ്റ്റിന് ഞങ്ങൾക്ക് വേണ്ടി മത്സ്യം വഹിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ പിന്നെ അതുപോലെ തന്നെ തുടർന്നും നമ്മൾ അതായത് നമ്മളെ തിരഞ്ഞെടുത്ത് മാതാനുദരത്തിൽ ഉരായിരിക്കുന്ന നിമിഷം മുതലേ നമ്മളെ തിരഞ്ഞെടുത്ത ദൈവമാണല്ലോ. അപ്പോൾ എല്ലാറ്റിനും ഉപരിയായിട്ട് ദൈവമാണ് നമ്മുടെ ദൈവവിളി അതായത് നമ്മൾ അപ്പോൾ അതിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ മാതാനുദരത്തിൽ ഉരായിരിക്കുന്ന നിമിഷം മുതൽ തന്നെ നമ്മൾ അറിഞ്ഞു, കണ്ടു, വിശദീകരിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ അത്യുന്നതൻ്റെ പ്രവാചകനും പുരോഹിതനായിട്ട് ശുശ്രൂഷ പുരോഹിതരിലേക്ക് ഈശോ വിളിച്ചു. അപ്പോൾ മറ്റു മാർപ്പാപ്പയുടെ മാധ്യസ്ഥനുണ്ട്, വിശുദ്ധ ജസ്റ്റിനച്ഛൻ്റെ മാധ്യസ്ഥനുണ്ട്. അതുപോലെ തന്നെ ഈശോ തന്നെ എല്ലാറ്റിനും ഉപരിയായിട്ട് ഈശോ അത്യുന്നതമായ പൗരോഹിത്യത്തിലേക്ക് ഉയർത്താണ്. അപ്പോൾ മാർപ്പാപ്പയ്ക്ക് മാലയിട്ടാൻ സാധിച്ചു എന്നുള്ളതൊരു ഭാഗ്യമാണ്. അതേ സമയത്ത് ഈശോയെ നമ്മൾ കൈകളെടുക്കാനും വിശുദ്ധ ബലി അർപ്പിക്കാനും ഒക്കെ സാധിക്കുക എന്നുള്ളത് അതിനേക്കാൾ വലിയ ഭാഗ്യമാണ്. അച്ഛൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ, മാതാവിൻ്റെ ഉദരത്തിൽ ശിശു ഉരുവാകുന്ന ആ ഒരു സമയം മുതൽ തന്നെ ദൈവത്തിന് നമ്മൾ എന്തായി തീരുന്നുള്ളൊരു പ്ലാൻ വ്യക്തമായിട്ടുണ്ടായിരിക്കും എന്നുള്ളത്. അപ്പം അച്ഛന് ചെറുപ്പം തൊട്ടേ ആ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു, അതോ മാർപ്പാപ്പയെ കണ്ടതിന് ശേഷമൊക്കെ ദൈവവിളിയിലേക്ക് അങ്ങോട്ട് ചേരാം അങ്ങനെ തോന്നി തുടങ്ങിയതാണോ? അതായത് നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ അപ്പച്ചനമ്മച്ചിയും ഞങ്ങളെ എല്ലാ ദിവസവും ദേവാലയത്തിൽ കുർബാനയ്ക്ക് കൊണ്ടുപോയി. ചെറുപ്പം മുതലേ ഞങ്ങൾ ദേവാലയത്തിൽ കുർബാനയ്ക്ക് പോകും. അപ്പച്ചനമ്മച്ചിയും ശരിക്കും പറഞ്ഞാൽ പള്ളിയുടെ ആദ്യത്തെ തൂണിൻ്റെ അരികിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ കൈകൂപ്പി ഞങ്ങളും അപ്പച്ചനമ്മച്ചിയുടെ കൂടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഞങ്ങൾ കുർബാനയ്ക്ക് പോകുന്നത് മാത്രമല്ല, അത് കഴിഞ്ഞ് പിന്നെ അവിടെ സ്കൂളിലൊക്കെ പഠിക്കുകയും ഒക്കെ ചെയ്യും. സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചിരുന്നത്. അവിടെ പള്ളിയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അവിടെയും ഞങ്ങൾ ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ടൊരു കൊന്ത കിട്ടുന്നത് ഞങ്ങൾ ഈ FCC ഗവൺമെൻറ്റാണ് അവിടെ. അപ്പോൾ അവിടെ മദറിനോട് ഞങ്ങൾ ഈ കഥകളൊക്കെ പറയും. ഈ തിരുക്കുടുംബത്തിൻ്റെ കഥ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഞാനും പെങ്ങളും അവിടെ പോയിട്ട് ഞങ്ങൾ ഒരു കഥയൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആദ്യമായിട്ട് കൊന്ത കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ പള്ളിയുടെ അടുത്തായതുകൊണ്ട് എല്ലാ കുർബാനയ്ക്ക് പോകുക മാത്രമല്ല, അവിടുത്തെ അച്ഛന്മാരായിട്ട് നല്ല പരിചയമായിരുന്നു. അവരെ സംസാരിക്കാനും വീട്ടിലേക്ക് ക്ഷണിക്കും, വർത്താനം പറയും.
അങ്ങനെ പോകും. അതുപോലെ തന്നെ ഞങ്ങൾ ഈ കുർബാന കഴിഞ്ഞിട്ട് ഓഫീസും ഒക്കെ കഴിയുമ്പോൾ അവിടെ നിൽക്കും. അത് കഴിഞ്ഞ് തുടർന്ന് ഞങ്ങൾ തിരുവാലി സെക്രട്ടറി അംഗങ്ങളായിരുന്നു. CLC ഓൾട്ടർ ബോയ്സ് കായിക സംഘം ഇതിലൊക്കെ അംഗങ്ങളായിരുന്നു. അപ്പോൾ മാർപ്പാപ്പയ്ക്ക് മാറിയതിന് ശേഷമാണ് കുർബാന സ്വീകരണമായിരുന്നത്. അപ്പോൾ കുർബാന സ്വീകരണത്തിനും ശേഷം ഞാൻ ഓൾട്ടർ ബോയ്സിൽ അംഗമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അച്ഛന്മാരായിട്ട് കുറച്ചുകൂടി നമ്മൾ അച്ഛന്മാരെ കാണുകയും പരിചയപ്പെടുകയും കൂടുതൽ സൗഹൃദം എന്ന് പറഞ്ഞാൽ അച്ഛന്മാരുടെ സ്നേഹവും ഒരു നമ്മുടെ അവിടെയുള്ള ഒരു താല്പര്യവും പിന്നെ വിശുദ്ധരായിട്ടുള്ള അച്ഛന്മാരെ കാണുമ്പോൾ നമുക്കൊരു താല്പര്യമൊക്കെ തോന്നുന്നു. അപ്പോൾ ചെറുപ്പം മുതൽ നമുക്ക് അങ്ങനെ താല്പര്യം തോന്നും. പിന്നെ മാർപ്പാപ്പയ്ക്ക് മാലയിട്ടതൊരു നിമിത്തമായി വിചാരിക്കുന്നത് അങ്ങനെ നമ്മൾ ആ ഒരു സ്പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വിശുദ്ധരായിട്ടുള്ള ആളുകളോട് കൂടെ ആയിരിക്കുമ്പോൾ നമുക്കൊരു ഒരു തോന്നുന്നു. ഞങ്ങളുടെ ഇടവകയിൽ മാറി വരുന്ന അച്ഛന്മാരെ ഇപ്പോൾ വികാരിച്ചന്മാരായാലും ഞങ്ങൾ അന്ന് തന്നെ പോയി കാണാനായിട്ട് അപ്പച്ചനും ഞങ്ങൾക്ക് കൂടി ഒരുമിച്ച് കാണാൻ പോകാറുണ്ട് വൈകിട്ട്. അതുപോലെ എല്ലാ ദിവസവും കുർബാനയിൽ കഴിഞ്ഞിട്ട് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞൊക്കെയായിരുന്നു അച്ഛന്മാരോടൊക്കെ. ഞാൻ ഓൾട്ടർ ബോയിലായിരുന്നു. അതുപോലെ തന്നെ പാട്ട് പാടുകയും ചെയ്തിരുന്നു അവിടെ ഞങ്ങളുടെ നെല്ലിക്കുന്ന് ഇടവകയിൽ. അപ്പോൾ നെല്ലിക്കുന്ന് പള്ളിയിൽ തുടക്കത്തിൽ ഇപ്പോൾ പ്രഭാതമായിട്ട് പാട്ട് വയ്ക്കാറില്ലേ പള്ളിയിൽ. അപ്പോൾ അതിൻ്റെ പാട്ടിൽ തുടക്കത്തിലത്തെ പാട്ട് ഞാൻ പാടിയ പാട്ടാണ് അവിടെ ദിവസങ്ങളോളം അവർ കേട്ടിരുന്നു, റെക്കോർഡ് ചെയ്തിട്ട്. അതായത് പുലരിയിൽ നിദ്രയുണർന്നെങ്കിൽ പാട്ടുണ്ട്. പുലരിയിൽ നിദ്രയുണർന്നങ്ങി പാവന സന്നിധിയാണ് എന്നുള്ള പാട്ട്. അത് കപ്പേര് അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാലത്ത് പള്ളിമണി അടിച്ചതിന് ശേഷം പാട്ട് വയ്ക്കും. അങ്ങനെ ആ പാട്ട് അതും തുടർന്നും ഓരോ പാട്ടുകളൊക്കെ രണ്ട് പാട്ടുകൾ പിന്നെയാണ് ശരിക്കുള്ള പാട്ടുകളിലേക്ക് വരിക പള്ളി അങ്ങനെ. അപ്പോൾ അയൽപ്പക്കത്തുള്ള പള്ളിയുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ പറയാറുണ്ട് എല്ലാ ദിവസവും അച്ഛൻ കുട്ടികൾ പാട്ട് കേട്ടിട്ടാണ്. അപ്പോൾ അങ്ങനെ ഓൾട്ടർ ബോയ്സിലായിരുന്നു, കായിക സംഘത്തിലുണ്ടായിരുന്നു, CLCയിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ പഠിച്ചു, സൗത്ത് പോപ്പ് സ്കൂളിൽ പഠിച്ചു, സെൻറ്റ് തോമസ് സ്കൂളിൽ പഠിച്ചു. അങ്ങനെയൊക്കെ ഞങ്ങൾ അവിടെയൊക്കെ ശേഷം സെമിനാരിൽ ചേർന്നതിന് മുമ്പ് ഞാൻ കുറച്ച് നാളൊക്കെ ജോലിക്ക് പോയിരുന്നു, കുറച്ച് നാൾ. അത് കഴിഞ്ഞിട്ടാണ് സെമിനാരിൽ ചേർന്നത്. ഇപ്പം ഒരു വീട്ടിലെ തന്നെ 2 പേര് ഹോളി ഫാമിലി കോൺഗ്രേഷൻ. അപ്പം അങ്ങനെ വരുമ്പം ഫാമിലിയിൽ നിന്നുള്ള ഒരു അതായത് അവരുടെ അപ്പനമ്മയ്ക്കും എന്ന് പറഞ്ഞാൽ അച്ഛനമ്മ പോയ ആളാണ്. ഭരണങ്ങാനത്ത് പോയിരുന്നു. അപ്പൻ വീട്ടിൽ താഴെയുള്ള മകനായതുകൊണ്ട് അങ്ങനെ ആ ഒരു വീട്ടിൽ സമ്മതിക്കാത്തതുകൊണ്ട് അവരമ്മയായാലും അമ്മ ചെറുപ്പത്തിൽ കോൺവെൻറ്റിൻ്റെ അടുത്തായിരുന്നു വീട്ടിൽ താമസിച്ചിരുന്നത്. അവർ സിംഗർ എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. അതായത് അപ്പാപ്പൻ ഒരു തയ്യൽക്കാരനായിരുന്നു. അപ്പോൾ അവിടെ സിംഗർ ബ്രാൻഡിലുള്ള തയ്യൽ മെഷീൻ ആദ്യമായിട്ട് കൊണ്ടുവന്നത് അപ്പാപ്പനാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ പഴയടുത്ത് പറമ്പിലാണ് വീട്ടുപേര്, പക്ഷേ സിംഗർ തറവാട് എന്ന് പറഞ്ഞാൽ അറിയണം. അപ്പോൾ അവർ പള്ളിയുടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് എല്ലാ ദിവസവും അവർ കുർബാനയ്ക്കൊക്കെ പോകും. അപ്പോൾ അങ്ങനെ സിസ്റ്റേഴ്സായിട്ട് കമ്പനിയായിരുന്നു അമ്മ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളവിടെ കോൺവെൻറ്റിൽ ചേരാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അവിടെ ബാഗൊക്കെ എടുത്ത് അവിടെ ചേർന്നു. പക്ഷേ അപ്പോഴേക്കും അമ്മയ്ക്ക് 10 ആങ്ങളമാരാണ്. അപ്പോൾ അതിൽ ഒരു ആങ്ങള അമ്മേനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അതായത് അങ്ങനെയൊക്കെ. അപ്പോൾ അവർക്ക് പേഴ്സണലായിട്ട് അമ്മയ്ക്കും അപ്പനും താല്പര്യമുള്ളൊരു മേഖലയായിരുന്നു. പക്ഷേ ആ സമയമായിപ്പോൾ കുറച്ചൊക്കെ ഒരു മാനസികമായിട്ട് വിഷമം. അബ്രഹാം ഇസാഖിനെ ബലിയർപ്പിക്കുന്ന സമയത്തുള്ള ഒരു വേദന ഉണ്ടാവില്ല. എങ്കിലും അങ്ങനെയൊക്കെ തുടർന്ന് അങ്ങനെ അച്ഛനാവാൻ തീരുമാനിച്ചു. പിന്നീട് എങ്ങനെയാണ് ഈ ഒരു കോൺഗ്രിഗേഷനിലേക്ക് എത്തിച്ചേരാനായിട്ട്? കോൺഗ്രിഗേഷനിലെത്തിയ കാരണം എന്ന് വെച്ചാൽ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ക്യാമ്പിന് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. +1 അന്ന് പ്രീഡിയിലേക്ക് പങ്കെടുക്കുമ്പോഴാണ് അത് ക്യാമ്പിന് പോയി. അപ്പോൾ അതിന് ക്യാമ്പിന് പോയപ്പോൾ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ. അങ്ങനെ അവർ ആ സമയത്ത് അപ്പോൾ ചേരാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഈ കോൺഗ്രിഗേഷൻ ഇവിടെ നാട്ടിൽ വന്നിട്ട്, ഇതൊരു ഇറ്റാലിയൻ കോൺഗ്രിഗേഷനാണ്, പിന്നൂർ നേപ്പിൾസ് എന്ന സ്ഥലത്ത് ഇറ്റാലിയൻ കോൺഗ്രിഗേഷനാണ്. അപ്പോൾ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കോൺഗ്രിഗേഷനാണ്. അപ്പോൾ നാട്ടിൽ തൃശ്ശൂർ ഇപ്പോൾ ഇവിടെ ആദ്യം ബിഷപ്പ് ഹൗസിൻ്റെ പുറകിലാണ് അവർ വൈദ്യ വിദ്യാർത്ഥികളൊക്കെ താമസിച്ചിരുന്നത്. പിന്നീടാണ് തലൂര് ഞങ്ങളുടെ മൈനർ സെമിനാരിലേക്ക് വന്നത്. മാതൃഭൂമിയുടെ എതിർ സൈഡിലുള്ള ഇട്ടിട്ടാണ്. അപ്പോൾ അവിടെ ആരംഭിച്ചപ്പോൾ ഈ അഡ്രസ്സുകളൊക്കെ കളക്ട് ചെയ്ത് ഞങ്ങൾ പോൾ മാർഗച്ചനായിരുന്നു അന്ന് റെക്ടറേഷനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എൻ്റെ അഡ്രസ്സ് ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ ഞങ്ങളുടെ വികാരിച്ചിന് അഡ്രസ്സ് കൊടുത്ത് അങ്ങനെ ഞാനും അപ്പച്ചനും കൂടി തലൂര് വന്ന് അങ്ങനെയാണ് വന്നത്.
ചാച്ചൻ്റെ ഇപ്പോഴത്തെ ശുശ്രൂഷ മേഖലയെ കുറിച്ചൊന്ന് പറയാമോ? ഇപ്പോഴത്തെ ശുശ്രൂഷ മേഖല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ മുളയത്തുള്ള ഡിവൈൻ യൂണിയൻ വൊക്കേഷണറി ഈ സെമിനാരിയിൽ ഫോർമേഷൻ കോഴ്സാണ്. ഇവിടെയാണ് ഞാൻ ആയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആയിരുന്നുകൊണ്ട് ഞാൻ മറ്റേ ഇടവകളിലൊക്കെ സഹായിക്കാനായിട്ട് പോകും. കുമ്പസാരിപ്പിക്കാൻ, കുർബാനയ്ക്ക്, പല രൂപതകളിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ഇടവകളിൽ ചിലപ്പോൾ അച്ഛന്മാരുടെ അസാന്നിധ്യത്തിൽ അച്ഛന്മാർക്ക് വേണ്ടി അവിടെ അച്ഛന്മാർ ചിലപ്പോൾ സിക്ക് ലീവോ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശുദ്ധ നാട് യാത്രകൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അച്ഛന്മാർ മാറി നിൽക്കുമ്പോൾ അതുപോലെ തന്നെ ഒരു വർഷത്തേക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ 1-2 വർഷത്തേക്കൊക്കെ നിൽക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇതൊരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ടും ഞങ്ങളുടെ സെമിനാരി ജസ്റ്റിനച്ഛൻ്റെ ആശ്രമമായതുകൊണ്ടും ഇവിടേക്ക് പലരും കുമ്പസാരിക്കാനും കുർബാനകൾ അൽമായിൽ മറ്റാവശ്യങ്ങൾക്ക് വരാറുണ്ട്. അവരുടെ കൂതാശകൾക്ക് വേണ്ടി വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സഹായിക്കാൻ പോകാറുണ്ട്. ഇടവകളിൽ സഹായിക്കാൻ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ദിവസങ്ങൾ ശനിയാഴ്ചകളിൽ തൃശ്ശൂരുള്ള ഇടവകളിലൊക്കെ പോയിട്ട് ചെയ്യല്. ഇപ്പം അച്ഛന്മാരായിട്ട് വരുന്ന, ഇപ്പം പുതിയതായിട്ട് ദൈവവിളി ലഭിച്ച് വരുന്ന അച്ഛന്മാർക്കൊക്കെ ക്ലാസ്സുകളൊക്കെ എടുത്തു കൊടുക്കാറുണ്ട് അച്ഛൻ? ഞാൻ ഇവിടെ അങ്ങനെ ക്ലാസ്സുകളായിട്ട് എടുക്കാറില്ല. പക്ഷേ ഞാൻ വൊക്കേഷൻ പ്രൊമോട്ടറായിരുന്നു. അപ്പോൾ ഞങ്ങൾ തലൂരായിരുന്നു സെമിനാർ. ഞാൻ വൈസ് റെക്ടറും വൊക്കേഷൻ പ്രൊമോട്ടറും കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെ പല സ്ഥലത്തും ക്യാമ്പുകൾ പോകാറുണ്ട്. അല്ലാതെ തന്നെ നമ്മുടെ സെമിനാറിലായിരിക്കുമ്പോൾ തന്നെ ഫോർമേഷൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ദൈവദർശന ക്യാമ്പുകൾ അങ്ങനെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ നമ്മളവിടെ വിശുദ്ധ ജസ്റ്റിൻ പറഞ്ഞതനുസരിച്ച് നമ്മൾ ജസ്റ്റിനച്ഛൻ്റെ ജീവിതത്തിൽ പറയുന്ന ആൾ എങ്ങനെയാണ് ഈ കോൺഗ്രിഗേഷൻ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുന്ന കോൺഗ്രിഗേഷൻ ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നത് ദിവസവും കാറ്റഗറിസം പഠിപ്പിച്ചിരുന്ന ഒരു വൈദിക വിദ്യാർത്ഥിയിൽ നിന്നാണ് ഈ കോൺഗ്രിഗേഷൻ. അതായത് അച്ഛൻ എല്ലാ ദിവസവും കാറ്റഗറിസം പഠിപ്പിക്കുക. അപ്പോൾ അച്ഛൻ പറയുന്നത് ഈ കാറ്റഗറിസം പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ആളുകളെ കാണും, യുവാക്കളെ കണ്ടുപിട്ടും അവർക്ക് ദൈവാനുഭവം പങ്കുവയ്ക്കുക, ദൈവാനുഗ്രഹങ്ങളെ കുറിച്ച് പങ്കുവയ്ക്കുക, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പങ്കുവയ്ക്കുക. അപ്പോൾ അങ്ങനെ ദൈവസ്നേഹത്തിലേക്ക് അവർ ആകർഷിക്കപ്പെടും, തീർച്ചയായിട്ടും ആകർഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ സാർവത്രിക വിശദീകരണം എന്നുള്ളതാണ് അച്ഛൻ്റെ ഒരു സാർവത്രിക വിശദീകരണം. പറഞ്ഞാൽ വ്യക്തിപരമായ വിശദീകരണത്തോടെ മാത്രമേ ലോകം മുഴുവൻ വിശദീകരണത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത്, വിശുദ്ധ ജസ്റ്റിനെ കുറിച്ച് പറയുന്നത് ദൈവവിളികളുടെ അപ്പോസ്തലൻ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചൈതന്യമാണ് ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ സെമിനാറിലായിരിക്കുമ്പോഴും കുർബാനകളിലും അല്ലെങ്കിൽ ആരാധനയിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും ദൈവവിളികൾക്ക് വേണ്ടിയിട്ട്. മറ്റേ ഡ്യൂട്ടി ആയിരുന്ന സമയത്ത് ഞാൻ ഇടവകളിൽ പോയിട്ട് ഈ ഇങ്ങനെ ഓരോ കുർബാനകളിൽ ഇടയ്ക്ക് പ്രസംഗത്തിലൂടെ ഇങ്ങനെ പറയും, ദൈവവിളിയെ കുറിച്ച് പറയാറുണ്ട്. ദൈവം വിളിച്ചു, വിശദീകരിക്കുന്നു, നയിക്കുന്നു. അപ്പോൾ അയോഗ്യതകളുണ്ട്, നമുക്ക് ഒരുപാട് അയോഗ്യതകളുണ്ടെങ്കിൽ കൂടി ദൈവം നമ്മളെ വിശദീകരിച്ച് നമ്മൾ വിളിക്കുക. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അതിനെ പ്രത്യുത്തരിക്കുക എന്നത് പറഞ്ഞിട്ട് കാര്യമാണ്. ദൈവം നമ്മൾ വിളിക്കുന്നുണ്ട്, അത് നമ്മൾ ആ വിളിയോട് പ്രത്യുത്തരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ റേഡിയോ ഒക്കെ ട്യൂൺ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അങ്ങനെ അത് ആ രീതിയിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ ക്രമീകരിക്കുക. അത് നമ്മൾ പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം വ്യക്തിപരമായി പ്രാർത്ഥിക്കാനായിട്ട് ഈശ്വര സന്നിധി ഇരിക്കണം, അതുപോലെ വചനം വായിക്കണം. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കുറച്ചും കൂടി നമുക്ക് ഈ ദൈവത്തിൻ്റെ സ്വരം, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി, ഓരോ മനുഷ്യനെക്കുറിച്ചും ദൈവത്തിന് ഓരോ പദ്ധതിയുണ്ട്. അപ്പോൾ വൈദിക ജീവിതം, സന്യാസ ജീവിതം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതം, ഏകസ്ഥ ജീവിതം, അങ്ങനെ ഒരുപാട് ദൈവവിളി എന്ന് പറയുമ്പോൾ ഇത് 4 പെട്ടതാണ്. ഒരു അച്ഛനാവാൻ സിസ്റ്ററാവാന്ന് മാത്രമല്ല, സമർപ്പ ജീവിതമുണ്ട്, പൗരോഹിത്യ ജീവിതമുണ്ട്, അല്ലെങ്കിൽ വിവാഹ ജീവിതമുണ്ട്, ഏകസ്ഥ ജീവിതമുണ്ട്. അപ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുക. അപ്പോൾ അതിനാണ് വ്യക്തിപരമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടി വരും. അതായത് കൂടുതൽ വചനം വായിച്ച് പ്രാർത്ഥിച്ച് വ്യക്തിപരമായി പ്രാർത്ഥിച്ച് ഒരുങ്ങണം, പലപ്പോഴും ധ്യാനങ്ങൾ കൂടി. അപ്പോൾ ഈ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സഭയുടെ കാര്യം. അതെ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതലും ദൈവവിളിയിൽ, അതായത് ദൈവവിളി അച്ഛൻ പറഞ്ഞ വെച്ച് നോക്കുമ്പോൾ പുരോഹിതരാവാനായിട്ട് കുറച്ചൊന്ന് എല്ലാവരും ഒന്ന് ബാക്ക് വലി നിൽക്കുന്ന പോലെ ഒരു ഇത് നമ്മുടെ കോൺഗ്രിഗേഷന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുക. പ്രത്യേകിച്ച് പാവപ്പെട്ട ഒരു അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഈ മുഖ്യധാരയിലേക്ക് വരാൻ പറ്റാത്ത കുട്ടികൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദാരിദ്ര്യമോ കാരണം ഈ ജസ്റ്റിനച്ഛൻ്റെ ജീവിതത്തിൽ തന്നെ അദ്ദേഹം ജീവിതത്തിൽ അദ്ദേഹം ഒരു ഇടത്തരം കുടുംബത്തിലെ കുട്ടിയായിരുന്നു. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അതുപോലെ അപ്പച്ചന് ചെറിയ പരിക്കൊക്കെ പറ്റിയിട്ട് വിശ്രമത്തിൽ, അതുകൊണ്ട് അദ്ദേഹം സെമിനാരിൽ ചേരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു, നല്ല ഭക്തിയുള്ള കുട്ടിയായിരുന്നു. പക്ഷേ അപ്പോൾ അത് അന്നത്തെ ഒരു ബെനഫാക്ടറും മെത്രാനും കൂടി സഹായിച്ചിട്ടാണ് അദ്ദേഹം
വൈദികനായി. അപ്പോൾ അദ്ദേഹം ഒരു തീരുമാനം എടുത്തു. അദ്ദേഹം വൈദികനായ അവസരത്തിൽ തീരുമാനം എടുത്തു, ഒരു ദൈവവിളി പോലും പ്രത്യേകിച്ച് പാവപ്പെട്ട കുട്ടികളുടെ ദൈവവിളി ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ സ്ഥാപിച്ച കോൺഗ്രിഗേഷൻ. അപ്പോൾ വൊക്കേഷൻ ഫാദേഴ്സും ഉണ്ട്, വൊക്കേഷൻ സിസ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ദൈവവിളികൾ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സഭയുടെ കാര്യം തന്നെ അത് തന്നെയാണ്. അത് മാത്രമല്ല, ഇതിൽ നമ്മൾ പറയാനുള്ളത് പലർക്കും ഒരു കൺഫ്യൂഷനാണ്. ഞാൻ അച്ഛനാവണം അല്ലെങ്കിൽ സിസ്റ്റർ ഇത് മനസ്സിൽ പറയണ്ടല്ലോ, അത് ആവോ ശരിയാവോ അല്ലെങ്കിൽ ദൈവം വിളിച്ചിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് വൊക്കേഷൻ ഫാദേഴ്സ്, വൊക്കേഷൻ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ മറ്റ് കോൺഗ്രിഗേഷൻസൊക്കെ അത് നമ്മളവിടെ പോകുന്നു. ദൈവം വിളിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മുടെ ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ തിരിച്ചറിയാനും കൂടി ഉപകരിക്കും. ഒരു ക്യാമ്പിനൊക്കെ കൂടുമ്പോൾ അല്ലെങ്കിൽ ദൈവം അപ്പോൾ നമ്മളെ പ്രചോദിപ്പിക്കും ദൈവം. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ട്യൂൺ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് സാധിക്കും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം 1-2 കുട്ടികളുള്ളൂ. അവർ തന്നെ ഇപ്പോൾ നമുക്ക് അപ്പോൾ ചിലപ്പോഴും ലോകത്തിൻ്റെതായിട്ടുള്ള രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ തന്നെ നമ്മുടെ മാതാപിതാക്കളും ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ വ്യക്തികൾ കൂടുതൽ വ്യക്തിപരമായിട്ട് ഈശോയോട് അടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അതായത് ലോകത്തിൻ്റെ പ്രവണതകൾ ഉണ്ടാവും, പക്ഷേ ഈശോ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി പൗരോഹിത്യൻ സന്യാസത്തിലേക്ക് വരും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ യോനാ പ്രവാചകൻ്റെ പോലെ ഒഴിഞ്ഞു മാറി പോകരുത്. കാരണം എങ്ങനെയെങ്കിലും ഈശോ വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൗരോഹിത്യൻ സന്യാസത്തിലേക്ക് വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലുള്ളൂ, ദൈവത്തിൻ്റെ പദ്ധതിക്ക് പൂർണ്ണമായിട്ട് നമ്മൾ കീഴ്വഴങ്ങുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അത് പ്രത്യുത്തരിക്കുക എന്നും കൂടി പറയാം. ദൈവം പറയുന്ന കാര്യങ്ങൾക്ക് പ്രത്യുത്തരിക്കുക. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ പറയുന്നത് നമ്മൾ മനുഷ്യരാണ്, ബലഹീനരാണ്. ഇപ്പോൾ മോശയുടെ പോലെയും ഒക്കെ പലരും ഞാൻ വിക്കനാണ്, ഈ അയോഗ്യതകൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പല പ്രവാചകന്മാരും അങ്ങനെ പറയും. പക്ഷേ ആ അയോഗ്യതയെ പോലും യോഗ്യതയാക്കി മാറ്റാണ് ദൈവം. എന്നിട്ട് നയിക്കുന്നു, വിശദീകരിക്കുന്നു, കൂടുതൽ നന്മയ്ക്കായിട്ട്. അപ്പോൾ മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ ദൈവം നമ്മളെ അറിഞ്ഞിട്ട് നമ്മളെ വിശദീകരിക്കുന്നു, നമ്മളോട് നമുക്ക് ദൗത്യം നൽകണം. ദൗത്യം നൽകാനായിട്ട് ആരംഭിക്കുമ്പോൾ നമ്മൾ അയോഗ്യതകൾ പറയുമ്പോഴും ദൈവം അത് ശക്തിപ്പെടുത്തുന്നു, പിന്നെ പറഞ്ഞയക്കും. അപ്പോൾ വിളി എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവം മാതാവിൻ്റെ ഉദരത്തിലെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആ ദൗത്യം പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഞങ്ങൾ അയോഗ്യരാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ ഒഴിഞ്ഞു പറയാം, നമുക്ക് ഒരുപാട് കുറവുകളുള്ളതുകൊണ്ട്. പക്ഷേ അത് ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും, അങ്ങനെ നമ്മളെ ദൗത്യത്തിനായിട്ട് ഉപയോഗിക്കും. അച്ഛൻ പറഞ്ഞതുപോലെ സന്യാസ ജീവിതത്തിലേക്കും ആ ഒരു ശക്തി പ്രാപിച്ച് തന്നിലുള്ള അയോഗ്യതകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ആ ഒരു യോഗ്യതകൾ പൂർണ്ണമായി തന്നെ ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു അന്തസ്സിലേക്ക് കൂടെ വരട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അപ്പം ഇന്നേ ദിവസം ഞങ്ങളോടൊപ്പം ചേർന്ന അച്ഛന് 1000 നന്ദി ഞങ്ങൾ അർപ്പിക്കുകയാണ്. കാരണം തൻ്റെ ചെറിയ ചെറിയ അനുഭവങ്ങളെല്ലാം മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാക്കുകയാണ് അച്ഛൻ്റെ ചെറിയ വാക്കുകളിലൂടെ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഈ ഒരു സമയം സഹവഹിച്ചപ്പോൾ നടന്നത്. അപ്പോൾ അച്ഛന് ഒത്തിരി നന്ദി ഗുഡ്നസ് ചാനലിൻ്റെ പേരിൽ നേരെയാണ്. ഇനിയും ഒത്തിരി ആളുകളിലേക്ക് ദൈവവിളിയിലേക്ക് ആ ഒരു അന്തസ്സിലേക്ക് എത്തിച്ചേരാൻ അച്ഛനെ സഹായിക്കട്ടെ ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി അച്ഛൻ.